ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു വെൽക്കം പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു സൈക്കിൾ റൈഡ് ഞാൻ കാണിക്കുകയാണ്. വീട്ടിനടുത്ത് ഒത്തിരി ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ഓഫ് റോഡിന് വേണ്ടി ഒരു MT വാങ്ങിച്ചതാണ്. ഇതേ കണ്ടോ, ക്രാഡേക്കിൻ്റെ ആൽഫ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ എന്തായാലും പൊളിയായിട്ടുള്ള റൈഡ്സൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓഫ് റോഡ് ഇറങ്ങുന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് കണ്ടോളൂ. പിന്നെ റോഡിലേക്ക് പോവാം, അതും ഞാൻ സ്ക്രീൻ കാണിച്ചു തരാം. സീന് എൻ്റെ പൊന്നൊരു ജമ്പ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് ഓഫ് റോഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഒരു ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സൈക്കിളിനകത്തെ. ഗൈസ് 21 ഗിയറിൻ്റെ സൈക്കിളാണിത്. ഇതിനകത്തൊരു വലിയൊരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്രയും മതി. ഈ ഓഫ് റോഡൊക്കെ ശരിക്കും കയറി ഇറങ്ങി പോകുമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ സൈക്കിൾ നടക്കും. ഇതേ കണ്ടോ, ഒരു ജമ്പ് ഉണ്ട് ഇവിടെ. വണ്ടി ചാടിക്കാൻ പോവാ. ഇതൊരു വലിയ ക്ലൈമ്പാണ്. ദുബായ് റോഡിൻ്റെ എല്ലാം തെറ്റി ഗൈസ്. എന്തായാലും റോഡ് കിടക്കും. അയ്യോ എൻ്റെ പൊന്നു വെച്ചാനെ, ഒടുക്കത്തെ ക്ലൈമാണ് കേട്ടോ. ഇപ്പോഴും 4ാമത്തെ കയറാനുള്ളത്. പിന്നെ മച്ചന്മാർ, നിങ്ങൾ യാത്ര പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു അടിപൊളി യാത്ര പോകുന്നതായിരിക്കും. നമുക്ക് ഹോർണൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കാം. എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ടൊരു ഹോർൺ കൊടുക്കാം കേട്ടോ, നമുക്കൊന്നും ലോസ് ഇല്ലല്ലോ. ഇതേടെ മച്ചനെ താറ് വണ്ടിയാണ് കേട്ടോ. പൊളി സാധനം. താറ് വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ബോറാവുണ്ടോ ഗായ്സ്? ഇതേ ഈ വഴി കാണിച്ചു തരാം. ഇതിലെ കൂടെ ഞാൻ നൈറ്റ് യാത്ര ചെയ്യുന്നതാണ്, എപ്പോഴും നൈറ്റ് പോകുന്നതാണ്. ഈ വഴിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കാട്ടുപോത്തുണ്ട്, ഇവിടെ പുലിയുണ്ട്, കടുവയുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും പുലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. മാന്, കാട്ടുപന്നി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാട്ടുപോത്തിന് ഭയങ്കര ശല്യം കേട്ടോ. ഇതൊരു വലിയ ടർണാണ്. അയ്യോ, പേടിച്ചു പോയി ഗായ്സ്. വണ്ടികളൊക്കെ ഇപ്പോൾ ഇതുപോലെയാണ്, എങ്ങനെയൊക്കെ വരികയാണ്. ഒരു ക്ലൈംബ് കയറി എടുക്കാം എന്തായാലും. അയ്യോ, എന്തായാലും വലിയൊരു ക്ലൈംബ് കയറിയ ഒരു സന്തോഷം എന്തായാലും എനിക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ അനിയൻ്റെ വീട്ടിലേക്ക്. ഇത്തിരി ക്ലൈമ്പൊക്കെ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഇത്തിരി ലെവലിലോട്ട് കേട്ടോ. ഒന്ന് ആഞ്ഞ് ചവിട്ടി കൊടുത്താലേ പെട്ടെന്ന് എത്തണ വഴി കാണാം. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ.
ഞാൻ ആദ്യം ഇത്തിരി പേടിച്ചതാ ആൾക്കാർ വലുതും പറയുമെന്ന്. പക്ഷെ ഇപ്പോൾ ഇത്തിരി ധൈര്യം വന്നിട്ടുണ്ടോ. ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാം. പട്ടികളൊക്കെ ഒരുപാട് ശല്യമുള്ള സ്ഥലമാണ് മോനെ. എൻ്റെ പൊന്നു അച്ഛന്മാർ, ഒടുക്കത്തെ റോഡാണ് മക്കളെ. ദിസ് ഇസ് റോക്കി ബോയ്, സിണ്ണ റോക്കി ബോയ്. സൗണ്ട് ബ്രേക്കിൻ്റെടാ ചെറിയ പ്രശ്നമുണ്ട്. ഓ ഗായ്സ്, ഇതാണ് നമ്മുടെ കൃഷ്ണകാന്ത് ഏട്ടൻ. டேய் தேஜு, எங்கே போயிட்டு இருந்தடா? உன்னை பார்க்காம ரொம்ப நாள் ஆச்சு. எப்படி இருக்க? வா பார்க்கலாம். എൻ്റെ പൊന്നു മോനെ, ഞാൻ വീട്ടിൽ കൂടി പോയി. എടാ നിങ്ങൾ മാറ്റണ്ടോ വണ്ടിക്കകത്ത്? എടാ കൂട്ട മേലെ നിന്ന് വന്നേ. എടാ കേറ്റത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യല്ലേ? ഇല്ല 21 കേള വണ്ടിക്ക് 3x7. ആ കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ലൈറ്റ് പോയി കാര്യമില്ല. ഞാൻ വെറുതെ വന്നതാ. കൂട്ടോട്ടെ ടാറ്റാ. രസമുണ്ടല്ലോ ഹെൽമെറ്റൊക്കെ ആയിട്ട്. ബൈ ബൈ. ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നീ സെക്കൻഡ് ആഴ്ച ആയിട്ടാണോ കോപ്പ് കയറണ്ടേ? ആ ഇത് സെക്കൻഡ് കയറൂടാ. അപ്പം ശരിടാ മോനെ, ബൈ. എന്തായാലും അനിയനെ പോയി കണ്ടു. അവന് സൈക്കിൾ ഓടിച്ച് നോക്കിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ. അയ്യോ കണ്ണത്ത് എന്തോ വീണു വയസ്സ്. മറ്റൊരു ഈച്ചാണ് തോന്നട്ടാ കണ്ണത്ത് വീണു. അപ്പോഴത്തെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നേരത്തെ ഞങ്ങൾ കയറിയില്ല ക്ലൈംബ്. അതെന്തായാലും ഞാനിപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നോക്കട്ടാ. എൻ്റെ പൊന്നു മോനെ, ഒടുക്കത്തെ ക്ലൈമ്പാണ് ഞങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ മച്ചന്മാരേ, ഞാൻ ഇപ്പോൾ ഇരുട്ടായിട്ടാ പരിചയക്കാരെ കിട്ടിയത് കൊണ്ട് ഞാൻ സംസാരിച്ചിട്ട് അവിടെ കുടുങ്ങിപ്പോയതാ. ഇതാണ് ഞാൻ നേരത്തെ കയറിയ ക്ലൈംബ്. ഞാൻ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. നോക്കിക്കോ, ഇതുപോലൊരു ക്ലൈംബാണെന്ന് പറഞ്ഞാൽ നോക്കി ഇറക്കം നോക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഗൈസ്. ഇറക്കം നോക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എത്ര വലിയ ക്ലൈംബ് ആയിരുന്നു. മാക്സിമം സ്പീഡായിട്ട് ഞാൻ പോകുന്നതാണ്. കാണിച്ചു തരാം. എൻ്റെ പൊന്നു മോനെ, നോക്ക് എത്ര രസമാണ്. ശരിക്കും ഇറങ്ങുമ്പേ ഒരു സുഖം വേറെ ഉണ്ടാ. അത്ര നേരം കഷ്ടപ്പെട്ട് കയറി ഇറക്കം ദേ ഗായ്സ് സുഖമായിട്ട് ഇറങ്ങിപ്പോവാണ് മക്കളെ, സുഖമായിട്ട് ഇറങ്ങിപ്പോവാണ്. പൊന്നു മച്ചന്മാരത് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സംഭവം. അത്ര കഷ്ടപ്പെട്ട് എത്ര നേരം കയറി ഇറങ്ങുന്ന കണ്ട എത്ര പെട്ടെന്ന് സുഖമായിട്ട്. അപ്പോൾ മച്ചന്മാർ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ പ്ലീസ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോൾ ലീവ് ഉണ്ടോ അന്ന് ട്രിപ്പായിരിക്കും ഗായ്സ്, അന്ന് ട്രിപ്പായിരിക്കും. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരിക്കും. ഏകദേശം ഇറക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാ.
ഇരുണ്ട് തുടങ്ങി ഗായ്സ്, ഇരുണ്ട് തുടങ്ങി. എനിക്ക് വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അങ്ങോട്ട് മൊത്തം ഇരുട്ടായ കാരണം കൊണ്ട് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് വരില്ല. അപ്പോൾ പൊന്നു വെച്ചമാരെ, ഇന്നത്തെ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ്. ഒത്തിരി ദൂരമുണ്ട് ഗായ്സ്. അതൊക്കെ വെറുതെ ചുമ്മാ ഞാൻ അങ്ങോട്ടോട്ട് പോയാൽ ഒരു രസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഗായ്സ്. പട്ടികൾക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും പറയാം, പട്ടികൾക്ക് ഇതൊന്നും സൈക്കിൾ ഇഷ്ടമില്ലെന്ന് തോന്നുന്നുണ്ട്. ഓടിപ്പിക്കാനേ വരുന്നതേ, ഇതേ കണ്ട ഓടിപ്പിച്ചാൽ മോനെ. അതിപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തായിട്ട് ഇതുപോലൊരു അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.